ഹായ് ഓൾ, വെൽക്കം ടു ടെക്നിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ 15-ാം തീയതി PSC വരുന്നു പറഞ്ഞു. 15-ാം തീയതി PSC വന്നിട്ടുണ്ട്. അപ്പൊ അത് ജനറൽ റിക്രൂട്ട്മെന്റ് തന്നെയാണ്, സ്റ്റേറ്റ് വൈഡ് ആണ്. കാറ്റഗറി നമ്പർ 357/2025 കാറ്റഗറി നമ്പർ. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കാണ് വിളിച്ചേക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത് 39,500 83,000 എനിക്ക് തോന്നുന്നത് പ്രീ റിവൈസ്ഡ് സ്കെയിൽ ഓഫ് പേ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വേക്കൻസീസ് അവിടെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ് കേട്ടോ. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് അവിടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് തന്നെയാണ്. അപ്പൊ അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 18 തൊട്ട് 36 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 18 തൊട്ട് 36 വയസ്സ് വരെയാണ് അവിടെ ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത്. കറസ്പോണ്ടിങ് OBC SC ST കാൻഡിഡേറ്റ്സിന് കറസ്പോണ്ടിങ് 3ഉം 5ഉം വർഷം അവിടെ ഏജ് റിലാക്സേഷൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൊഫൈൽ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് പ്രൊഫൈൽ ഇത് അവൈലബിൾ ആവുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് BTech ഇൻ സിവിൽ കെമിക്കൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓർ ഇക്വലന്റ് ഫ്രം എ UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ AICT റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി നിന്ന് BTech സിവിൽ കെമിക്കൽ എൻവയോൺമെന്റ് കഴിഞ്ഞവർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ ഇതിൽ പറഞ്ഞൊരു നോട്ട് എന്താണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി or public health engineering or technology of a recognized university shall be a preferential qualification. അതായത് സെയിം മാർക്കാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ MTech എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് അവിടെ MTech ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും കുറച്ച് പ്രയോറിറ്റി ഉണ്ടാവുക എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, നമ്മളവിടെ പ്രൊബേഷൻ പീരീഡ് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നോക്ക്. നിങ്ങൾക്ക് എന്താ 15-ാം തീയതി ഒക്ടോബർ മാസം 15-ാം തീയതി അർദ്ധരാത്രി 12 മണി വരെ ഞങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നോട്ടിഫിക്കേഷൻ ഇന്നിപ്പോ വന്നതാണ്. അപ്പോ 357/2025 കാറ്റഗറി നമ്പർ. അപ്പൊ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.